Hello, good morning. How are you all? How are you? How are you പറയുന്നതാ? എന്ത് പറയുന്നു അല്ലേ? സുഖമായിരിക്കണോന്നാ ചോദിച്ചത്. നിങ്ങൾ എന്താ പറയണ്ടേ? How are you പറയുമ്പോൾ എന്ത് പറയണം? I am good. എന്ത് പറയും? I am good. എങ്ങനെ പറയണേ? I am good. അപ്പോൾ എന്താ ടീച്ചർ ചോദിച്ചേ? How are you? How are you എന്ന് ചോദിച്ചാൽ എന്ത് പറയും? I am good. Thank you. എന്ത് പറയും? എന്താ പറയണേ? Hello. How are you? ചോദിച്ചാൽ എന്ത് പറയും? I am good. Thank you. എന്നിട്ട് തിരിച്ച് ചോദിക്കണം. How are you? എന്ത് ചോദിക്കും? How are you? തിരിച്ച് ചോദിക്കണം. ഇവിടെ ഇപ്പം എന്താ പറഞ്ഞേ? ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുവാണ് ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ഐ ആം ഗുഡ്. എന്ത് പറയും? ഐ ആം ഗുഡ്. ഐ ആം ഗുഡ് എന്നാണ് പറയുന്നത്. നമ്മൾ പറയുമ്പോൾ ഐ ആം ഗുഡ്. താങ്ക് യു. താങ്ക് യു എന്തിനാ പറയണേ? അത് ചോദിച്ചതിന് നിങ്ങൾ താങ്ക്സ് പറയും, നന്ദി പറയും ഇല്ലേ? നമ്മൾ ചോദിച്ച ആളോട് നന്ദി പറയണ്ടേ? പറയണം. എന്നിട്ട് തിരിച്ചെന്ത് പറയും? ഹൗ ആർ യു എന്ന് ചോദിക്കണം. ഓക്കെ അല്ലേ? ആണോ? ടീച്ചർ ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ ഫൈൻ. ഓക്കെ, ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? യെസ്, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അല്ലേ? വെരി ഗുഡ്. നല്ല മക്കളാണ് കേട്ടോ. എല്ലാവരും നല്ല മക്കളാണ്. ഓക്കെ ഫൈൻ. സോ നമുക്ക് എന്താ ഇന്ന് പഠിക്കണ്ടേ? നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. എല്ലാവരും ഉഷാറായിട്ടിരിക്കുമല്ലേ? സേഫ് അല്ലേ? ആണോ? സേഫ് ആണോ? വീട്ടിലെല്ലാവരും എന്താ പറയുക, കൊറോണ ഒത്തിരി കൂടുതലാണ്. കൊറോണ അറിയാമല്ലോ നിങ്ങൾക്ക്? പകരുന്ന ഒരു ഡിസീസാണ് അല്ലേ? ആ ഡിസീസ് ഭയങ്കര പാൻഡമിക് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. പാൻഡമിക് കേട്ടോ? പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന ഭയങ്കര ഭീകരനായ ഒരു അസുഖമാണ് കൊറോണ. കൊറോണയെ നമുക്ക് എന്ത് ചെയ്യണം? ഓടിച്ചു വിടണം. വേണ്ടേ? ഓടിച്ചു വിടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ നല്ല സേഫായിട്ട് ഹെൽത്തി ആയിട്ട് നമ്മൾ ഇരിക്കണം. അങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തൊക്കെ വേണം? നന്നായിട്ട് ഫുഡ് കഴിക്കണം. നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? നമുക്ക് ഹെൽത്ത് കിട്ടത്തുള്ളൂ കേട്ടോ. എന്താ കഴിക്കണ്ടേ? വെജിറ്റബിൾസ് എല്ലാം കഴിക്കണം. ടീച്ചർ പറഞ്ഞു തന്നിരുന്നു അല്ലേ? വെജിറ്റബിൾസ് എല്ലാം കഴിക്കണം. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കണം. പിന്നെന്താ കഴിക്കണ്ടേ? പയറ്, കടല, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കഴിക്കണം. കഴിക്കാറുണ്ടോ പയറൊക്കെ? ചെറുപയറ്, വൻപയറൊക്കെ കഴിക്കാറുണ്ടോ? ഗ്രീൻ കളറിലൊരു പയറ്, പിന്നെ ബ്രൗൺ കളറിലൊരു പയറ്, പിന്നെ കടല വൈറ്റ് ഉണ്ട്, ബ്രൗൺ ഉണ്ട് ഇല്ലേ? ഇതൊക്കെ കഴിക്കാറുണ്ടോ മക്കള്? കഴിക്കാറുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നന്നായി. കഴിക്കാറുള്ളത് കൊണ്ട് മക്കൾ നന്നായിട്ട് സുഖമായിരിക്കുന്നു എന്ന് ടീച്ചർ വിശ്വസിക്കാം. പിന്നെന്ത് ചെയ്യണം? നമ്മൾ ഹാൻഡ്സ് എപ്പോഴും വാഷ് ചെയ്യണം അല്ലേ? ഹാൻഡ്സ് ഓൾവേസ്, നമ്മൾ വാഷ് യുവർ ഹാൻഡ്സ് ഓൾവേസ്. നമ്മളെപ്പോഴും വാഷ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? മാസ്ക് വയ്ക്കുക. വീട്ടിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ വീടിൻ്റെ ജസ്റ്റ് വെളിയിൽ പോയാലും, പക്ഷെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന ഉടനെ നിങ്ങൾ ഓടിപ്പോയി എന്ത് ചെയ്യണം? മാസ്ക് എടുത്ത് വയ്ക്കണം കേട്ടോ. വയ്ക്കുമോ? ചെയ്യണം. നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ നമ്മൾ അധികം ആര് വന്നാലും ഒത്തിരി അവരോട് അടുക്കാൻ പോകണ്ട. കാരണം നമുക്ക് സന്തോഷമാണ്, ഹാപ്പിയാണ്, നമ്മൾ ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് വേണം അല്ലേ? സോഷ്യൽ ഡിസ്റ്റൻസിങ്. എന്തുവാ? നമുക്ക് കുറച്ച് അകലത്ത് നിന്നിട്ട് വേണം സംസാരിക്കാൻ കേട്ടോ. പിന്നെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല. നല്ല ചൂടോടെ വേണം വെള്ളമൊക്കെ കുടിക്കാൻ. ചൂടോടെ ഫുഡ് കഴിക്കണം അല്ലേ? ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ സേഫായിട്ട് വീട്ടിലിരിക്കുക, ഹെൽത്തി ആയിട്ട് വീട്ടിലിരിക്കുക, ഹാൻഡ്സ് വാഷ് ചെയ്യുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഇതൊക്കെ ചെയ്യണം. എന്നാലേ നമ്മൾ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ ആം ഗുഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അസുഖമാണോ നമുക്ക് പറയാൻ പറ്റും ഐ ആം ഗുഡ് എന്ന്? നോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അസുഖമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി.
ഓക്കെ, നമ്മൾ ഫുഡ് ഹാബിറ്റ്സിലൊക്കെ നല്ല മാറ്റം വരുത്തണം. നമുക്ക് മീറ്റ് അത് മാത്രം പോരാ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ ടീച്ചർ പറഞ്ഞ ഗ്രെയിൻസ്, ധാന്യങ്ങൾ എന്ന് വെച്ചാൽ പയറ്, കടല ഒക്കെ കേട്ടോ. ഓക്കെ അല്ലേ? ഇന്ന് ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ പറയണം, വീട്ടിൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കി തരാൻ കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു അവർ ക്ലാസ്. നമുക്ക് ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ എന്താ പഠിക്കാൻ പോണേ? ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ഇംഗ്ലീഷ്. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ഇംഗ്ലീഷ്. So, how many alphabets are there? How many alphabets are there? This is first class il padippichu ningale. Etra alphabets are ulle? Totally, yeah, 26 alphabets are ulle. How many alphabets are there? 26. What are alphabets? Yeah, A, B, C, D, E, F. Very good. G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. These are our alphabets. Alphabets എന്ന് പറഞ്ഞാൽ നമ്മൾ ABCD ആണ് ആൽഫബറ്റ്സ് കേട്ടോ. ഇസഡ് വരെ, എ തൊട്ട് A to Z ആണ് നമ്മുടെ ആൽഫബറ്റ്സ്. There are 26 alphabets. 26 alphabets are there in our English. Okay. English alphabets അല്ലേ എത്രയുള്ളേ? Okay, English language 26. There are 26 alphabets in English language. Today we are going to learn ABCD, how to pronounce, how to write, എങ്ങനെ എഴുതും, എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതും. പിന്നെ എന്താണ് പിന്നെ എഴുതുന്നത്? വേർഡ്സ് ബിഗിനിങ് വിത്ത് ദ ലെറ്റേഴ്സ് അല്ലേ? വേർഡ്സ് ബിഗിനിങ് വിത്ത് ദ ആൽഫബറ്റ്സ്. ആൽഫബറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന, തുടങ്ങുന്ന വേർഡ്സും നമുക്ക് പഠിക്കണം വേണ്ടേ? യെസ്. സോ ആർ യു റെഡി? Yes. Okay, fine. So, let's start our class. First, we are going to write ABCD full letters. Okay. നമ്മൾ ആദ്യം എഴുതുന്നത് ABCD complete letters ആണ്. നോക്കുക, ടീച്ചറിനെ ഒപ്പം വായിക്കുക വേണം കേട്ടോ. ഓക്കെ ഫൈൻ. അതിൽ കുറച്ച് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്, ബാക്കിയാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം അല്ലേ? നമ്മുടെ ABCD എഴുതി വയ്ക്കുക നമുക്ക്. Okay, നോക്കൂ. Capital letter A, small letter A. Before that, teacher will checkate. Ask you one thing. This book la idande. This book la 4-line book. Kito? 4-line book la idande. Okay. So, capital letter A. Small letter A. Fine. Capital letter B. Small letter B. Teacher को നോക്കിയാ മതി. നമുക്ക് എഴുതാം, പിന്നെ എഴുതാം കേട്ടോ. Capital letter C. Small letter C. Capital letter D. Small letter D. Capital E, small e. Capital F, small f. Capital letter G. ശ്രദ്ധിക്കുന്നുണ്ടോ? ടീച്ചർ പറയുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ ഫൈൻ. Small letter G. Capital letter H. Small letter H. Capital letter I. Small letter I.
capital letter J, small letter J. Capital letter K, small letter K. Capital letter L, small letter L. ടീച്ചറൊക്കെ പറയണേ ക്യാപിറ്റൽ ലെറ്റർ എം, സ്മോൾ ലെറ്റർ എം. കാണുന്നുണ്ടല്ലോ അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ എൻ, സ്മോൾ ലെറ്റർ എൻ. ക്യാപിറ്റൽ ലെറ്റർ ഒ, സ്മോൾ ലെറ്റർ ഒ. നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല, ടീച്ചറിന് അറിയാം. എഴുതണം, പിന്നെ എഴുതാൻ ടീച്ചറൊക്കെ പറഞ്ഞാൽ മതി. ക്യാപിറ്റൽ ലെറ്റർ പി, സ്മോൾ ലെറ്റർ പി. ക്യാപിറ്റൽ ലെറ്റർ ക്യൂ, സ്മോൾ ലെറ്റർ ക്യൂ. ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. Okay, fine. Capital letter S, small letter S. Capital letter T, small letter T. Capital letter U, small u. Near letter U kanya S T U, yes V. Capital letter V, small letter V. Okay. Neda, which is the other letter? Which is another letter? V kanite. Next. Yeah, W. Capital letter W, small letter W. Now, what is the letter? Which is the letter? Which is the next letter? Tell me. Neda, what are you? Which is the next letter? Who will tell me? Who will tell? Who will tell? Very good. Excellent. Capital letter X. Okay. Now, small letter X. Very good. Now, which is the next letter? X, then Y. Capital letter Y. Small letter Y. Now, capital letter Z. Small letter Z. Okay, these are our alphabets. Once again, I will read it. Teacher, onnodu vaayikku tharam. Teacher oppa parayane. Okay, come. Capital A, small a. പറഞ്ഞാൽ മാത്രമേ പോരാ, ഇത് ശ്രദ്ധിച്ചിരിക്കണം. എങ്ങനെ എഴുതിയിരിക്കണം നോക്കിയിരിക്കണം കേട്ടോ. ക്യാപിറ്റൽ എ, സ്മോൾ എ. ക്യാപിറ്റൽ ബി, സ്മോൾ ബി. ഒപ്പം പറയൂ. ക്യാപിറ്റൽ സി, സ്മോൾ സി. ക്യാപിറ്റൽ ഡി, സ്മോൾ ഡി. വെരി ഗുഡ്. ക്യാപിറ്റൽ ഇ, small e. Good. Capital F, small f. Capital G, small g. Capital H, small h. Capital I, small I. Capital J, small j. Now, capital K, small k. Capital L, small l. പറയുന്നുണ്ടോ? Okay, fine. Capital M, small m. Capital N, small n. Capital O, small o. Capital P, small p.
small q. Capital R, small r. Very good. Now, what is it? It is a letter? Yes, very good. Capital S, small s. Capital T, small t. Very good. Capital U, small u. Capital V, small v. Capital W, small w. Very good. Capital X, small x. Very good. Capital Y, small y. Capital Z, small z. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് 26 ആൽഫബറ്റ്സ്. നോക്കിയാൽ നിങ്ങൾ 26 ഉണ്ടോന്ന്? ചെറുത്ത് നമുക്ക് ഇത് ഒരെണ്ണാണ് കേട്ടോ. ഇത് ഒരു ലെറ്റർ ആണ്. എ ആണ് സ്മോൾ, ഇത് സ്മോൾ എ ആണ്. അപ്പോൾ നമുക്ക് ഒന്നായിട്ട് കൂട്ടാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 then 26. There are 26 alphabets in English language. Okay, English like 26 alphabets are. These are that alphabets. ഇതാണ് നമ്മുടെ 26 alphabets. Okay അല്ലേ? Okay ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. റെഡി അല്ലേ? Okay, fine. Okay, now take your textbook. Take your textbook. LKG 1, semester 1. Take your textbook. Okay, fine. Take page number 1010. Page number 1010. Take it. 1010. Okay, fine. Okay, very good, very good. Now, this is yeah, we have learned it in our last class. Last class okay, we have learned it in our last class, right? Okay, once again I am going to read for you. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോവാ? വായിച്ചു തരാൻ പോവാണ്. Take your pencil. Okay. Touch on your picture. Okay. See here. This is capital letter A, small letter A. A for apple, right? Capital letter A, small letter A for apple. Now, what is it? Capital A, small a for aeroplane. Okay. Capital A, small a for ant. Ant is the urumbu. Ariyala. Capital A, small a for arrow. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പേരൻസിനോട് പറഞ്ഞിരുന്നു നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എന്തെങ്കിലും നമ്മൾ കളർ ചെയ്തൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഓക്കെ, നോക്കൂ. Look at here. Capital A, small a for apple. കണ്ടോ? Capital A, small a for apple. എല്ലാവരും കണ്ടോ?
നോക്കിക്കേ അപ്പം എല്ലാവരും ഇത് ഏത് ലെറ്ററാ? ക്യാപിറ്റൽ എ. കണ്ടല്ലോ, ഇത് ഏത് ലെറ്ററാ? സ്മോൾ എ. ക്യാപിറ്റൽ എ, സ്മോൾ എ, എ ഫോർ ആപ്പിൾ. വെരി ഗുഡ്. ഇപ്പം എയുടെ പ്രൊനൗൺസിയേഷൻ എന്താണ്? എങ്ങനെയാ? ഹൗ ടു പ്രൊനൗൺസ് എ? ഓ, കണ്ടോ? ഓ, ആപ്പിൾ. ടീച്ചർ എങ്ങനെ പറഞ്ഞേ? ആപ്പിൾ. എ ഫോർ ആപ്പിൾ. വൺസ് അഗെയിൻ, ക്യാപിറ്റൽ എ, സ്മോൾ എ ഫോർ ആപ്പിൾ. ഇങ്ങനെയാണ് കുട്ടികൾക്ക് ഇത് ജസ്റ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പേരൻസ് ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾ അത് മനസ്സിലാക്കിക്കോളും. അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ വൺസ് അഗെയിൻ ഞാനൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അവരെ കൊണ്ട് കളർ ചെയ്യിപ്പിക്കുക. ഇങ്ങനെ എഴുതുമ്പം ഈ ഒരു അകത്ത് കളർ ചെയ്യിപ്പിക്കാനുള്ളൊരു ഓപ്ഷൻ അവർക്ക് കൊടുക്കുക. അപ്പോൾ അവരുടെ മനസ്സിൽ ആ ലെറ്റർ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യും. ഇതാണ് ക്യാപിറ്റൽ എ എന്നും ഇത് സ്മോൾ എ ആണെന്നും എ ഫോർ ആപ്പിളിൻ്റെ സ്റ്റാർട്ടിങ് ലെറ്റർ എ ആണെന്നും അവർക്ക് മനസ്സിലാവും. സോ ഇതൊന്ന് ട്രൈ ചെയ്യണം. സോ ദീസ് ആർ ദ വേർഡ്സ് ബിഗിനിങ് വിത്ത് ലെറ്റർ എ. എ വെച്ചിട്ട് തുടങ്ങുന്ന വേർഡ്സ് ആണ് നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? സോ ടേക്ക് ദ പേജ് നമ്പർ 1111. പേജ് നമ്പർ 1111 എടുത്തോ? Okay, fine. Now we are going to the second letter, capital letter B. This is the second letter of our English alphabet, that is capital letter B. നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സെക്കൻഡ് ലെറ്റർ ആയ ക്യാപിറ്റൽ ബി ആണിത്. ദിസ് ഇസ് സ്മോൾ ബി. ബി ഫോർ ball. Capital B, small b, B for ball. Very good. മക്കൾ പറഞ്ഞു അല്ലേ? ടീച്ചറിനൊപ്പം പറയണം. Capital B, small b, B for ball. Capital B, small b, B for bird. എന്താ ബേർഡ്? ബോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? ബേർഡ് എന്താ? പക്ഷിയാണ് അല്ലേ? കിളിയാണ് അല്ലേ? ബേർഡ് അറിയാം അല്ലേ? ബേർഡ്. ക്യാപിറ്റൽ ബി, സ്മോൾ ബി, ബി ഫോർ ബലൂൺ. ബലൂൺ എല്ലാവർക്കും അറിയത്തില്ലേ? അറിയാം അല്ലേ? ബലൂൺ എല്ലാവർക്കും അറിയാം. ക്യാപിറ്റൽ ബി, സ്മോൾ ബി, ബി ഫോർ ബലൂൺ. വെരി ഗുഡ്. നൗ ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ബി, B for bag. Capital B, small b, B for bag. Okay. Once again, capital B, small b, B for ball. Capital B, small b, B for ball. Very good. Capital B, small b, B for bird. Capital B, small b, B for bird. ടീച്ചറെ ചുണ്ട് പോയി കണ്ടോ? ലിപ്സ് എങ്ങനെ പോയി? bird, bird. Okay. Capital B, small b, B for balloon. Very good. Capital B, small b, B for balloon. Okay, fine. Capital B, small b, B for bag. B എന്നുള്ള ലെറ്റർ വെച്ചിട്ട് കിട്ടിയോ? Capital B, small b, B for bag. Okay, fine. This is capital letter B. Am I right? This is capital letter B. ശരിയല്ലേ ടീച്ചർ പറഞ്ഞേ? Okay, fine. Now, what is this? This is small letter B. Which is this letter? This is small letter B. And B for
ball. B for ball. So, capital letter B, small letter b, B for ball. Okay, look here. So, look here. Capital B, small b, B for ball. Capital B, small b, B for ball. Which is this letter? Capital A. Very good. Nalla makkalana ട്ടോ. All are very good. Smart boys, smart girls. Which is this letter? Small a. What is it? The word beginning with A? Yeah, very good. That is apple. Fine. And which is this letter? A the letter? Capital B. Very good. This one? Small b. Very fine. And this is ball. B for ball. So, എനിക്കത് പറഞ്ഞു തന്നെ ക്യാപിറ്റൽ ഏതാ? ഇതാണല്ലേ. സ്മോൾ ബി ഏതാ? സ്മോൾ ബി ഏതാ? യെസ്, വെരി ഗുഡ്. സ്മോൾ ബി. ബോൾ എവിടെ? ബി ഫോർ ബോൾ. ഗുഡ്. ബി ഫോർ ബോൾ. ദെൻ സ്മോൾ എ എവിടെ? സ്മോൾ എ. യെസ്, this is small a. Apple എവിടെ? ആപ്പിൾ. A for apple. Then capital letter ഏതാ? This one. Very good. Now we are going to learn how to write capital B and small b. നമ്മൾ വേർഡ്സ് പഠിച്ചു അല്ലേ? നമ്മൾ ഓൾറെഡി വേർഡ്സ് പഠിച്ചു. ബി വെച്ചിട്ട് B for ball, B for balloon, B for bag. പഠിച്ചില്ലേ? B for bird. പഠിച്ചു. Now we are going to learn how to write capital B and small b. പഠിക്കാം. Come. This is the letter capital B and small b, right? Okay. Okay, fine. 4 ലൈനിലാണ്. നിങ്ങൾ നോക്കുക. 1, 2, 3. ഈ 3 ലൈൻസിലായിരിക്കും ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം വരുന്നത്. സോ വി ബിഗിൻ. ഒരു 1 ഇടുക. 1. ഇത് 1 ആണല്ലോ നമ്മൾ പഠിച്ചു 1 ഇടാൻ അല്ലേ? അതെവിടേക്കാ? 1, 2, 3. 3 ലൈൻസിലും ചേർത്ത് ഒരു വലിയ 1 ഇടുക. 4th ലൈനെ വിടുക. 4ാമത്തെ ലൈൻ നമുക്ക് വേണ്ട കേട്ടോ, ഇപ്പൊ വേണ്ട. ഇത് പറയുമ്പോൾ മാത്രം എടുത്താൽ മതി. സോ ഈ 3 ലൈനിലും ചേർത്തിട്ട് ഒരു വലിയ 1 ഇടുക. ദെൻ നമ്മൾ 3 എഴുതാൻ പഠിച്ചില്ലായിരുന്നോ? ഇങ്ങനെ സി തിരിച്ചിട്ടിട്ട് പഠിച്ചില്ലായിരുന്നോ? ആ 3 ഇതിനോട് ചേർത്ത് എഴുതിയാൽ മതി. എങ്ങനെയാ? ചേർത്ത് എഴുതുമ്പോ കണ്ടോ ഒരു 3 എഴുതി. അതെവിടെ വരണം? സെക്കൻഡ് ലൈനിൽ. 1, 2 ലൈനിൽ വരണം. സെക്കൻഡ് ലൈനിൽ വരണം. ഓക്കെ, രണ്ടാമത്തെ ലൈനിൽ. ദെൻ എന്ത് ചെയ്തു? അതേപോലെ തന്നെ വീണ്ടും എഴുതി. കണ്ടോ? ഇതാണ് ക്യാപിറ്റൽ ബി. എങ്ങനെ എനിക്ക് പഠിപ്പിച്ചേ? ഒരു വലിയ 1 ഇടുക. ദെൻ സി തിരിച്ചിടുന്ന പോലെ നമ്മൾ 3 എഴുതിയ പോലെ ഇവിടെ ചേർത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇത് വിടണ്ട. ഇത് വിടാതെ തന്നെ ചേർത്ത് എഴുതുക. ക്യാപിറ്റൽ ലെറ്റർ ബി. വൺസ് അഗൈൻ വലിയൊരു ബിഗ് 1 അല്ലേ? എന്നിട്ട് സി തിരിച്ചിട്ടിടുക. തിരിച്ച് ഇവിടെ വിടരുത്. ആരും കൈ എടുക്കരുത്. വീണ്ടും ആ സെയിം ലൈനിൽ കൂടെ ഈ 3rd ലൈനിൽ മുട്ടിച്ചിട്ട് എഴുതുമ്പോ എന്തായി? ക്യാപിറ്റൽ ബി.
ടീച്ചർ 3 എഴുതാൻ പറഞ്ഞോക്കെ ഒരു 1 ഇട്ടു ഇതിൽ ചേർത്ത് 3 എഴുതുക കേട്ടോ ആയില്ലേ 1 ഇട്ടു ഇതിൽ ചേർത്തിട്ട് 3 എഴുതി ക്യാപിറ്റൽ ലെറ്റർ ബി ആയി ഇനി എന്താ നമ്മൾ പഠിക്കണ്ടേ സ്മോൾ ലെറ്റർ ബി ആണല്ലേ സ്മോൾ ലെറ്റർ ബി അതുപോലെ തന്നെ നമ്മൾ ഈ 3 ലൈനിൽ ചേർത്തിട്ട് തേർഡ് ലൈൻ വരുന്ന വരെ ഒരു വലിയ 1 ഇടും എന്നിട്ട് നമ്മൾ ഇവിടെ ഇടണ്ട നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രം മതി ഇതിന് നമുക്ക് വേണ്ട ഏതാ സ്മോൾ ബി once again വലിയൊരു 1 ഇട്ടു ഡി സെക്കൻഡ് ലൈനിൽ ഫസ്റ്റ് ലൈൻ വേണ്ട സെക്കൻഡ് ലൈനിൽ വെച്ചിട്ട് നമ്മൾ ഒരു സി തിരിച്ചിട്ടു ടീച്ചറിട്ടെ ഒരു വലിയ ബിഗ് 1 അല്ലേ ബിഗ് 1 ഇട്ടു then small b the capital B this is small b ഒന്നുകൂടെ കാണിക്കാം ഒരു ബിഗ് 1 ഇട്ടു എന്നിട്ട് this is small b capital B 1 ഇട്ടു 3 ഇട്ടു capital B now ഒരു 1 ഇട്ടു ഇട്ടപ്പോൾ small b B for ball B for bird B for bag okay ശരി പിന്നെ B for balloon very good മക്കൾ പഠിച്ചോ B എഴുതാൻ പഠിച്ചോ ഓക്കെ ഫൈൻ ഇനി നിങ്ങൾ ടെക്സ്റ്റ് എടുക്കൂ പേജ് നമ്പർ 11 തന്നെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ബി ഉണ്ട് ട്രേസ് ചെയ്ത് എഴുതാനുണ്ട് ഈ ഇതിൽ കൂടെ കാണുന്ന ലൈനിൽ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതുക സെയിം ആസ് സ്മോൾ ലെറ്റർ ബി ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്മോൾ ലെറ്റർ ബി ട്രേസ് ചെയ്ത് എഴുതുക എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ 4 ലൈൻ ബുക്ക് എടുത്ത് ഇംഗ്ലീഷ് ബുക്ക് എടുത്തിട്ട് അതിലും ടീച്ചറിന് ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും എഴുതിയിട്ട് അയച്ചു തരണം പേരൻസ് ഫസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് ബാക്കി അവരെ കൊണ്ട് പതുക്കെ ഒരു പേജ് സപ്പോർട്ട് ചെയ്താലും കുഴപ്പമില്ല നെക്സ്റ്റ് പേജ് അവർ തനിയെ എഴുതാനായിട്ട് ആവണം ആ രീതിയിൽ ചെയ്യണം കേട്ടോ മടുപ്പ് തോന്നിക്കണ്ട അവർക്ക് കുറച്ച് ഇൻ്റർവെൽ കൊടുത്തിട്ട് എഴുതിയാൽ മതി കുഞ്ഞു മക്കളാണ് അവർ അവർക്ക് ഒത്തിരി ടയേർഡ് ആക്കണ്ട അവരെ പിന്നെ എന്താ വെച്ചാൽ ടീച്ചറിന് ഇപ്പം എല്ലാവരും ഒന്നും അയച്ചു തരുന്നില്ല അപ്പോൾ ടീച്ചറിന് ഭയങ്കര സങ്കടമായി ഐ എം നോട്ട് ഹാപ്പി നൗ ഐ എം നോട്ട് ഹാപ്പി ടീച്ചറിനെ ഹാപ്പി ആക്കണ്ടേ നിങ്ങൾക്ക് ടീച്ചറിനെ ഹാപ്പി ആക്കാൻ എന്താ മാർഗം ടീച്ചർ പഠിപ്പിക്കണത് അതാത് ദിവസം അയച്ചു തരണം ടീച്ചർ പഠിപ്പിക്കണത് എന്താ നിങ്ങൾ അതാത് ദിവസം അയച്ചു തരാത്തേ ടീച്ചർ ഒരു ദിവസം ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ തരുന്നുണ്ട് പഠിച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ ടീച്ചർ ഒരു ഗ്യാപ്പ് തരുന്നുണ്ട് അത്രയും വലിയതാണോ ടീച്ചർ തരുന്നേ ഒരു ലെറ്ററൊക്കെ അല്ലേ പഠിപ്പിക്കിട്ടുള്ളൂ ഇനി എന്തിനാ എത്ര മടി മക്കൾക്ക് അങ്ങനെ വേണ്ട നമ്മൾ പഠിക്കണം നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് നമ്മൾ LKG ആയി കേട്ടോ ഉഴപ്പി നിൽക്കല്ല നന്നായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ നല്ല കുട്ടികളാണെങ്കിൽ വലിയ ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് പഠിച്ച് വലിയ കുട്ടികളാവണ്ടേ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ടീച്ചർ പറയണ അന്ന് തന്നെ പഠിക്കണം അന്ന് തന്നെ എഴുതണം ആരൊക്കെ എഴുതി അയക്കുമെന്ന് എല്ലാവരും അയക്കും വെരി ഗുഡ് നല്ല മക്കളാണ് കേട്ടോ എല്ലാവരും അയക്കുമോ അയച്ചു തരണം അല്ലെങ്കിൽ ടീച്ചർ വിൽ ബി സാഡ് സങ്കടം വരും ഞാൻ കരയുമെന്ന് കരയിപ്പിക്കണോ ടീച്ചറിനെ വേണ്ട മേക്ക് മീ ഹാപ്പി ഐ വിൽ മേക്ക് യു ഹാപ്പി ടീച്ചർ ഹാപ്പി ആയാൽ നിങ്ങൾ ഹാപ്പിയോ ഇല്ലേ സോ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം ഉണ്ടാകാം ഹാപ്പി ആവാം അല്ലേ സോ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആവണമെങ്കിൽ നിങ്ങൾ ടീച്ചർ പഠിക്കുന്ന പോലെ ചെയ്യണം റെഡി അല്ലേ മടിയൊന്നും വേണ്ട കേട്ടോ പിന്നെ ടീച്ചർ പൊക്കോട്ടെ ഓക്കെ പേരൻസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ എഴുതി ചെയ്ത് കൊടുത്താൽ പടം വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല എഴുതി ചെയ്ത് കൊടുത്താൽ നല്ല കാര്യമാണ് അത് അവർക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് അവർ പിന്നീട് ഒത്തിരി നല്ലതായിട്ട് അവർക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് അവർക്ക് ഉണ്ടാവും സോ ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ